എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർക്കറ്റ് ഇവിടെ ഓപ്പണിംഗ് ശ്രദ്ധിച്ചാൽ ഓപ്പണിംഗ് ഫ്ലാറ്റായിട്ട് ഓപ്പണിംഗ് അതിന് ശേഷം കുറച്ച് പ്ലസ് ഓപ്പണിംഗ് വന്ന് ജസ്റ്റ് ക്ലോസിംഗ് റേഞ്ചിലോട്ട് നേരത്തെ ക്ലോസിംഗ് റേഞ്ചിലോട്ട് വന്ന് നേരെ കയറിപ്പോയി. വൺ സൈഡ് മൂവ്മെൻ്റ് ആയിരുന്നു മാർക്കറ്റിൽ. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഇപ്പോൾ ബഡ്ജറ്റ് ഫെബ്രുവരി 1-നോ 2-നോ കണ്ടാണ് ബഡ്ജറ്റ് വരുന്നത്. അപ്പോൾ ആ ബഡ്ജറ്റിൻ്റെ ടൈം വരെ മാർക്കറ്റ് പിടിച്ച് നിൽക്കാം, മുകളിൽ നിൽക്കാം. അതെങ്ങനെയാണ് തോന്നുന്നത്. എൻ്റെ ഒരു കാൽക്കുലേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിഫ്റ്റി 23,300 റേഞ്ച് വരുവാണെങ്കിൽ ബൗൺസ് വരും, തിരിച്ച് ബൗൺസ് വരുന്നു. പക്ഷേ 23,300 വന്നില്ല, 23,400 സംതിങ് വന്നിട്ട് നല്ല രീതിയിൽ ബൗൺസായി. അതുപോലെ തന്നെ ഇപ്പം മുകളിലോട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ഒരു ട്രെൻഡ് നിൽക്കുവാണെങ്കിൽ പോലും 24,700, 900 അല്ലെങ്കിൽ മാക്സിമം 25,000 ആ റേഞ്ചിൽ നിന്ന് നല്ലൊരു സെല്ലിങ് മാർക്കറ്റിൽ വരും. അപ്പോൾ ആ റേഞ്ച് വരുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മുടെ കയ്യിലിരിക്കുന്ന ഷെയർസൊക്കെ പ്രോഫിറ്റ് ഉള്ളത് ബുക്ക് ചെയ്ത് മാറുക. ഓൾ ടൈം ഹൈ എന്ന് മാർക്കറ്റ് ഇപ്പോഴെങ്ങനെയും അടിക്കത്തില്ല. അപ്പോൾ നിഫ്റ്റി ഞാൻ ഈ പറഞ്ഞ റേഞ്ച് സെല്ലിങ് റേഞ്ച് ശ്രദ്ധിക്കുക. അതുപോലെ ബാങ്ക് നിഫ്റ്റി നല്ല മൂവ്മെൻ്റ് ആയിരുന്നു ഇന്ന് കൊടുത്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 1% മൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. വൺ സൈഡ് മൂവ്മെൻറ്റാണ്. പ്രീവിയസ് ഡേ ഹൈ അടിച്ചതിന് ശേഷം ഒരു ഇറക്കം ഇറങ്ങി, 200 പോയിൻറ്റിൻ്റെ ഇറക്കം ഇറങ്ങി. അവിടെ ഒരു പുട്ട് ഓപ്ഷൻ എടുത്തവർക്ക് അവിടെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ വൺ സൈഡ് മൂവ്മെൻറ്റ് അപ്പിലോട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഡേ ചാർട്ട് നോക്കുവാണെങ്കിൽ ഡേ ചാർട്ട് നിഫ്റ്റിയുടെ നോക്കിയാൽ മതി. ഇത് കണ്ടില്ലേ, ഇതൊരു മെയിൻ ഏരിയ ആണ്. അത് നല്ല ഹെവി വോളിയത്തിൽ ബ്രേക്കായി മുകളിൽ ക്ലോസ് ചെയ്തു. അപ്പം നാളെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു റേഞ്ച് 24,000 750 700 തൊട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 700 തൊട്ട് 24,900 അല്ല ഈ ഒരു റേഞ്ച് 25,300 വരെ വരത്തില്ല, 25,000 ആ റേഞ്ചിനടുത്ത് നല്ലൊരു സെല്ലിങ് മാർക്കറ്റ് വരും. അപ്പോൾ ആ റേഞ്ച് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. 24,750 തൊട്ട് നമ്മൾ ഒന്ന് നോക്കിയ ട്രേഡിങ്ങിലെ ഡെലിവറിയൊക്കെ എടുക്കുന്നവർ സൂക്ഷിക്കുക. അതിന് ശേഷം ഒരു ഡൗൺ ട്രെൻഡ് വന്നതിന് ശേഷം മാത്രമേ തിരിച്ച് മാർക്കറ്റ് കയറുവാണെങ്കിൽ തന്നെ കയറത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എൻ്റെ അഭിപ്രായം മാത്രമാണ്, എൻ്റെ ഒരു കാൽക്കുലേഷനാണ്. ഞാൻ 23,300 300 റേഞ്ചിൽ നിന്ന് ബൗൺസ് ആകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ 23,300 വന്നില്ല. പക്ഷേ 23,400 സംതിങ് വരെ വന്നിട്ട് നല്ല രീതിയിൽ കയറി. അപ്പോൾ ഞാൻ ആ പറഞ്ഞ ഏകദേശം ഏറിയായിരുന്നു നല്ല ബൗൺസ് കിട്ടി, 800 പോയിൻറ്റോളം കിട്ടി. അതുപോലെ തന്നെ ഇപ്പോൾ സെല്ലിങ്ങിൻ്റെ കാര്യം പറയുന്നത് 24,750, 24,000 മാക്സിമം 25,000 ആ റേഞ്ച് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അവിടെ നല്ല സെല്ലിങ് മാർക്കറ്റ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഷെയറുകളാണ് ഇതിനകത്ത് കുറേ ഷെയറിനകത്ത് നല്ല ചാൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു. തൻല സൊല്യൂഷൻ, നമ്മൾ ഷോർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നല്ല ചാൻസ് ഉണ്ട്. നല്ല സൊല്യൂഷൻ നോക്കിയേ, ഓപ്പണിങ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ വന്നു. അതിനുശേഷം നേരെ കയറി R1 പോയി. R1 പോയിട്ട് ഇവിടുന്ന് ഇറങ്ങി. അഥവാ നമ്മളിപ്പം ഇവിടെ ഒരു എൻട്രി എടുത്തെങ്കിൽ ഓപ്പണിങ്ങിന് പെട്ടെന്ന് താഴ്ത്ത് വരുമ്പോൾ ഓപ്പണിങ്ങിൽ തന്നെ ഒരു എൻട്രി 71 എടുത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് 80 പോവും. നമ്മൾ നേരെ ഇവിടെ സ്റ്റോപ്പ് ലോസ് പോയെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക, അടുത്ത ലെവലിൽ പോകുന്നോ നോക്കുക. അടുത്ത ലെവലിൽ പോയി, അതുകൊണ്ട് നമ്മൾ അടുത്ത ലെവലിൽ പോയിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ എൻട്രി ചെയ്യുക. 790 റേഞ്ചിൽ എൻട്രി ചെയ്താൽ നമുക്ക് വൺ സൈഡ് മൂവ്മെൻറ്റ് 746 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 50 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ആ ഷെയർ കാണിക്കുന്നുണ്ട്. അതിനുശേഷം താജ് ജീവിക്ക് എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ ക്യാൻസലായിരുന്നു. പക്ഷേ എങ്കിൽ ഏകദേശം ഒരു 1 മണിയായപ്പോഴത്തേന് അത് വന്നിട്ട് പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. ഹൈ അടിച്ചിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം. 47 എൻട്രി എടുത്താൽ നമുക്ക് 15 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് അതിനകത്ത് കിട്ടുന്നുണ്ട്. അതിനുശേഷം ഗബ്രിയൽ എന്ന് പറയുന്ന ഷെയർ ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ ഇവിടെ ഓപ്പണായിട്ട് നമുക്കത് ഇവിടെ ഓപ്പണായി പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങി.
നമ്മൾ 504 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ നമുക്ക് 487 ഏകദേശം 27 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വൺ സൈഡ് മൂവ്മെൻറ്റിൽ തരുന്നുണ്ട് ആ ഷെയർ. ഓക്കെ, അപ്പോൾ അതിന് ശേഷം പിന്നെ ഈ ഇൻ്റലക്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞ റേഞ്ചിൽ തന്നെ താഴെ 980 റേഞ്ചിനടുത്ത് 80-88 റേഞ്ചിലോട്ട് വന്നാൽ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇതുണ്ടല്ലേ 80 വന്നിട്ട് കുത്തനെ ഇറങ്ങി. അത് ഞാൻ ഈ ഷെയർ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞ ഇന്നലത്തെ വീഡിയോയിൽ ഈ റേഞ്ച് വരുവാണെങ്കിൽ സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ 80 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ സെല്ല് ചെയ്യാം. 80-88 ഏത് ലെവൽ ഇത് 80 മുകളിൽ പോയിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇവിടെ എൻട്രി എടുത്തായിരുന്നു 980 നമുക്ക് 944 നല്ലൊരു മൂവ്മെൻറ്റ് ഇവിടെ ഇതിലും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. വേറെ ഷെയറിനകത്തും നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ഈ ഗോൾഡ് ഡിജിറ്റിനകത്ത് അതിനകത്തും ഈ ഒരു ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലെവലിൽ നിന്ന് ഇറങ്ങി, പക്ഷേ അധികം മൂവ്മെൻറ്റ് കിട്ടിയില്ല. അതിന് ശേഷം വേറെ ഷെയറിനകത്തുമൊക്കെ SJVN നോക്കിയാൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് വൺ സൈഡ് താഴോട്ട് പോയി 112 107 വരെ. കുഴപ്പമില്ല, മോശമില്ലാത്ത പ്രോഫിറ്റ് അത് കിട്ടുന്നുണ്ട്. പിന്നെ അത് കയറിയിട്ടില്ല ഷെയറുകളൊന്നും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നാളത്തെ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഷെയറുകൾ നോക്കാം. നാളെ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഷെയറുകൾ ഇത്രയും ഷെയറാണ്. എത്ര ഉണ്ട്? 17 ഷെയറുണ്ട്. ഇവിടെ അധികം മൂവ്മെൻറ്റ് കാണിക്കാത്ത ഷെയർ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇന്നത്തെ മൂവ്മെൻറ്റ് വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തേക്കുന്നത് ഈ ഷെയറുകൾ. BLS വീക്ക്നെസ് കാണിച്ചിട്ടില്ല. ഈ ആവന്തി ഫീഡ്, റെഡിങ്ടൺ, തൻല ഈ 3 ഷെയറും വീക്ക്നെസ് ഇന്നത്തെ മൂവ്മെൻറ്റ് കാണുമ്പോൾ നമുക്കറിയാം നാളെ അഥവാ കുറച്ച് ഹൈ ഓപ്പണിങ് വന്നാലും ഇറങ്ങി വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളത് നോക്കി ചെയ്യുക. തൻല സൊല്യൂഷനകത്ത് ഇത് കണ്ടില്ലേ, മാക്സിമം ഒരു ഹൈ ലെവലിലോട്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഈ റേഞ്ചാണെന്ന് തോന്നുന്നു. ഇവിടെ വന്നിട്ട് താഴോട്ട് ഇറങ്ങുന്നുണ്ടാൽ നമുക്ക് എൻട്രി എടുക്കാം. ഈ ലെവൽ ശ്രദ്ധിക്കുക. 76 റെഡിങ്ടൺ ആണെങ്കിലും ഇത് കണ്ടില്ല, ആവറേജ് ട്രേഡ് പ്രൈസ് 202.5 അപ്പോൾ ഇതിന് മുകളിൽ പോയിട്ട് ഈ ലെവലിന് താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ചാൻസ് എടുക്കാം. ആവന്തി ഫീഡ് 695 ഈ രണ്ടും എല്ലാം ശ്രദ്ധിച്ചോണം. 695 അപ്പം 700 പോയിട്ടോ ഈ ലെവലിനൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം, കുഴപ്പമില്ല. BLS 503 ഹൈ അടിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഈ R1 റേഞ്ച് എന്നൊരു ചാൻസ് തന്നെ എടുക്കാം. അതല്ല ഓപ്പണിങ്ങിൽ തന്നെ R2 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് 5, 10, 15 രൂപയൊക്കെ ഈസി ആയിട്ട് കിട്ടും. തിരിച്ച് 500 റേഞ്ചിലോട്ട് വന്നിട്ടായിരിക്കും ചിലപ്പോൾ തിരിച്ച് കയറി പോകുന്നത്. ഡാറ്റാമെറ്റിക്സ് R2 വരെ വന്നിട്ട് കിട്ടുവാണെങ്കിൽ നല്ലത്. അതല്ല 700 പോയിട്ട് 694 കട്ട് ചെയ്ത് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം. ഓയിൽ ഇന്ത്യ വാച്ച് ചെയ്യുക. മൂവ്മെൻറ്റ് ബാക്കിയുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്നാലും ലെവലുകൾ വന്നിറങ്ങുവാണെങ്കിൽ ചെറിയ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി നമുക്ക് ചാൻസ് എടുക്കാം. സെൻസാർ ടെക്നോളജി R1 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ലൊരു ചാൻസ്. R1 നിന്ന് ഈ ഹൈയും അടിച്ച് താഴോട്ടിറങ്ങിയാൽ നല്ല രീതിയിൽ ചിലപ്പം നല്ല രീതി എന്ന് പറഞ്ഞാൽ 10-20 രൂപയൊക്കെ ഈസിയായിട്ട് പ്രോഫിറ്റ് കിട്ടും അതിനകത്തൊന്നും. വറോക്ക് എഞ്ചിനീയറിങ് R1 റേഞ്ച് എന്നോ അതല്ല R1 വരാതെ 650-52 അടിച്ചിട്ട് 49 കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. ഗോൾഡിയം അതും R1 പ്രീവിയസ് ഡേ ഹൈ ഈ 2 റേഞ്ചിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. CE വാട്ടർ R1 നിന്ന് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസാണ്. ഹൈ എന്ന് കിട്ടുവാണെങ്കിൽ അധികം നേരം വെയിറ്റ് ചെയ്യരുത്. ദാനി സർവീസ് R1 R2 റേഞ്ചിൽ നിന്ന് നോക്കാം, കുഴപ്പമില്ല. DSSL ഇതിനകത്ത് വോളിയം കുറവാണ്. ഇത് R1 R2 റേഞ്ച് വരെയും വരാം. ഓപ്പണിങ്ങിലൊന്നും വലിയ വോളിയം വരത്തില്ല, ഹെവി മൂവ്മെൻറ്റ് നടക്കുകയും ചെയ്യും. അപ്പോൾ ആ റേഞ്ചിലൊക്കെ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കുക. RIIL അതിൻ്റെ ആവറേജ് 1279 207. ഈ ഷെയർ ഓപ്പണിങ്ങിൽ ഈ ആവറേജ് ട്രേഡ് പ്രൈസ് ഡൗൺ ഓപ്പണിങ് വന്ന് ഈ ആവറേജ് ട്രേഡ് പ്രൈസ് വന്നിട്ട് തിരിച്ച് കയറുവാണെങ്കിൽ നല്ലൊരു ചാൻസാണ്. പ്രത്യേകിച്ച് ഈ CPRൻ്റെ ഈ സെൻട്രൽ CPR ലെവലിൽ ശ്രദ്ധിച്ചാണ്. ഇവിടെ ഇറങ്ങിയിട്ട് തിരിച്ച് കയറിയാൽ ബൈ ചെയ്യാൻ പറ്റുമോ ഷെയർ. ട്രാൻസ്ഫറിൽ ഹൈ എന്നോ R1 എന്നോ ഒക്കെ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള പുതിയ ഷെയർ. അപ്പോൾ സൂക്ഷിച്ച് ട്രേഡ് എടുക്കാവോ.
ഹെവി മൂവ്മെൻറ്റ് വരും ആ ഷെയറിനത് നോക്കി ചെയ്യുക. സുന്ദരം ഫൈനാൻസ് ഇത് വലിയ ഷെയറെ കഴിവ് അവോയ്ഡ് ചെയ്യുക. വേറെ ഷെയറിനകത്തൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഇതിനകത്ത് എൻട്രി എടുക്കാൻ പക്ഷേങ്കിൽ കുഴപ്പം ചെറിയ ക്വാണ്ടിറ്റിയിലെ ട്രേഡ് ചെയ്യാവും. R1 റേഞ്ചിൽ കിട്ടിയാൽ നല്ലതായിരുന്നു. കിട്ടിയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് കുറച്ച് 50-100 രൂപ ഒക്കെ ഇറങ്ങി കിട്ടും ചിലപ്പോൾ. AMN പ്ലാസ്റ്റ് എന്ന് പറയുന്ന ഈ ഷെയർ 350 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുന്നത് കണ്ടാൽ നല്ലൊരു ചാൻസാണ് അത്. അതല്ല 340 ഒക്കെ പോയിട്ട് 336-90 കട്ട് ചെയ്ത് ഇറങ്ങുവാണെങ്കിൽ അവിടെ എടുക്കാം. റിക്കോ ഓട്ടോ R2 എന്ന് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതല്ല R1 എന്നാണെങ്കിലും കുഴപ്പമില്ല. അന്നേരത്തെ മൂവ്മെൻറ്റും വോളിയം നോക്കിയിട്ട് നല്ല രീതിയിൽ അവിടെ എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നാളത്തേനുള്ള ഷെയറുകൾ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഷെയർ ഈ തൻല, ആവന്തി ഫീഡൊക്കെ ഈ റേഞ്ച് ശ്രദ്ധിക്കുക. ബാക്കി ടോപ്പിൽ കിടക്കുന്ന ഷെയറിൻ്റെ R2 ലെവലുകൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.